ഹായ് എവരി വൺ. 24th ജനുവരി ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 25-ലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റ് RmGBr റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ഫോംസ് എ ഗ്യാസ് Q. 1 gram of Q occupies 1.4 liter at STP. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം എഴുതുകയാണ്, നോക്കുക. RmGBr വാട്ടർ ആഡ് ചെയ്തപ്പോൾ നോക്കൂ, വെൻ വി ആർ ആഡിങ് വാട്ടർ അല്ലേ, ഇവിടെ എന്ത് ചെയ്യും, സ്പ്ലിറ്റിംഗ് നടക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ കോമ്പൗണ്ട് എന്താ, RH. ഇതാണ് കിട്ടിയത്, അതായത് ഒരു ആൽക്കൈനാണ് കിട്ടിയത്. അപ്പോൾ ഈ ആൽക്കൈൻ ഒക്കുപ്പൈ ചെയ്ത വോളിയം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1.4 ലിറ്റർ. സോ 1.4 ലിറ്റർ വോളിയം ആണ് ആ ഗ്യാസ് STPയിൽ ഒക്കുപ്പൈ ചെയ്തത്. അപ്പോൾ ഇയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 1.4 ലിറ്റർ ഗ്യാസ്, ഇയാളുടെ വെയിറ്റ് 1 gram ഓഫ് Q. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈക്വലൻ ടു 1 gram. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ കറസ്പോണ്ട്സ് ടു 1 ഡിവൈഡഡ് ബൈ 1.4. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് 22.4 ലിറ്റർ അല്ലേ. 22.4 ലിറ്റർ ആകണമെങ്കിൽ ഐ ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 22.4 divided by 1.4, which is equal to 224 divided by 14 അല്ലേ. അത്രയും ഗ്രാം എന്ന് പറയുമ്പോൾ 112 divided by 7 gram ഇതായിരിക്കും ആളുടെ മാസ്. ഈ 112 by 7 70 plus 42 ആണ് എന്ന് പറയുമ്പോൾ അത് 16 gram ആണ് കുട്ടികളെ. അപ്പോൾ ഈ ആൽക്കൈൻ്റെ മാസ് 16 gram ആണ്. 16 gram എന്ന് പറഞ്ഞാൽ ഈ ആൽക്കൈൻ ആരായിരിക്കണം, മീഥൈൻ ആയിരിക്കണം. സോ ദിസ് ആൽക്കൈൻ ഈസ് മീഥൈൻ. അപ്പോൾ ആദ്യത്തെ ആൽക്കൈൻ ആരാണ് നമ്മൾ കണ്ടു, മീഥൈൻ ആണ് നമ്മൾ കണ്ടു. ഓക്കെ, നൗ സീ ദ നെക്സ്റ്റ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ CH4, ഓക്കെ, മീഥൈൻ. So we have got 1 gram of Q occupies. Now again RmGx. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇയാൾ CH4 ആണെങ്കിൽ ഇയാളുടെ R പാർട്ട് എന്ന് പറയുന്നത് CH3 ആയിരിക്കും. അപ്പോൾ അയാൾ വീണ്ടും റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. CH3MGBr കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ വെൻ ഇറ്റ് റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, you know you are getting first compound CH3 C double bond O OMGBr. ഇതിലേക്ക് ഹൈഡ്രോളിസ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് CH3 സിംഗിൾ ബോണ്ട് COH. ഇതാരാണ്, അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡിൻ്റെ മാസ് നമുക്കറിയാം 44 plus 16 മീൻസ് 60. അപ്പോൾ ഇത് 60 gram ആണ്. 60 gram എന്ന് പറയുന്നത് 1 മോൾ അസറ്റിക് ആസിഡിൻ്റെ മാസ് ആണ്. പക്ഷെ ഇവർ നമ്മോട് ചോദിച്ചു 0.1 മോളിൻ്റെ മാസ് എത്രയാണ്. അപ്പോൾ അത് 1 മോളിന് 60 gram ആണെങ്കിൽ 0.1 മോളിന് എന്തായിരിക്കും, 6 gram ആയിരിക്കും. സോ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് 6 gram. താങ്ക് യു.